Hey guys, welcome back to our channel. ഇത്തവണത്തെ ബാക്ക് ടു സ്കൂൾ ഓണമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. ബാക്ക് ടു സ്കൂൾ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കിപ്പോൾ ട്രെയിനിങ് പീരീഡ് ആണല്ലോ. ഞങ്ങൾ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ മടപ്പള്ളിയാണ് ട്രെയിനിങ്ങിന് പോകുന്നത്. അപ്പോൾ അവിടുത്തെ ഓണവിശേഷം എന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിലൂടെ കാണാം. കുട്ടികളൊക്കെ രാവിലെ തന്നെ വന്ന് കളം വരച്ച് പൂക്കളം ഇടുന്നുണ്ടായിരുന്നു. ഞങ്ങളെ കൊണ്ടാവുന്ന ചെറിയ ഹെൽപ്പൊക്കെ ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. മെയിനായിട്ടും അവർ തന്നെയായിരുന്നു. സൈഡായിട്ട് മെയിൻ സ്റ്റേജിൽ DJ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ താളത്തിനൊത്താണ് ഞങ്ങൾ പൂക്കളം ഇടാനൊക്കെ സഹായിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാവരും കൂടെ ഭംഗിയായിട്ട് പൂക്കളം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഓണം എന്ന് പറയുന്നത് എല്ലാവരും ഒത്തുചേർന്ന് സദ്യയൊക്കെ കഴിച്ച് ഓണക്കോടിയൊക്കെ ഇട്ട് ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫെസ്റ്റിവലാണ്. സ്കൂളിലാണെങ്കിൽ യൂണിഫോം ഇടാതെ കളർ ഡ്രസ്സ് ഇട്ട് വരാൻ പറ്റുന്ന അവസരങ്ങൾ ആരും തന്നെ മിസ്സാക്കാറില്ല. ഇവിടെയാണെങ്കിൽ പല ഡ്രസ് കോഡിലാണ് കുട്ടികൾ എത്തിയിട്ടുണ്ടായിരുന്നത്. മഞ്ഞ ടീംസ്, റെഡ് ടീംസ്, മെറൂൺ ടീംസ്, ബ്ലാക്ക്, ബ്ലൂ, അങ്ങനെ പല കളറ്. എല്ലാം ഒന്നിനൊന്ന് മെച്ചമെന്ന് വേണം പറയാനായിട്ട്. കൂട്ടത്തോടെ അവരെ കാണാനായിട്ട് എന്ത് ഭംഗിയാണെന്ന് ഫോട്ടോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ടോ. ഓണത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ഓണസദ്യ. ഞങ്ങൾ BS1 എന്നാണ് കേട്ടോ ഓണസദ്യ കഴിച്ചിട്ടുണ്ടായിരുന്നത്. സ്കൂളിലായാലും കോളേജിലൊക്കെ ആയാലും നമ്മൾ ഓരോ ഐറ്റംസ് വീട്ടിൽ നിന്ന് കൊണ്ടുവരും. ഇവിടെ വന്ന് എല്ലാം യോജിപ്പിച്ച് ഓണസദ്യയായി ഒരുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു സംഭവത്തിൽ കിട്ടുന്ന ആ ഒരു ഒത്തൊരുമ അടിപൊളിയല്ലേ? അങ്ങനെ എല്ലാം ചേർത്ത ഒരു അടിപൊളി ഓണസദ്യ. ഈ വർഷത്തെ ആദ്യത്തെ ഓണസദ്യ ഞങ്ങൾ സ്കൂളിൽ നിന്നാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. സദ്യയൊക്കെ കഴിച്ചതിന് ശേഷം പിന്നീട് അനൗൺസ്മെന്റ് വന്നു വടംവലി ആരംഭിക്കാൻ പോവുകയാണ് എന്നുള്ളത്. കുട്ടികളൊക്കെ നല്ല ആവേശത്തിലായിരുന്നു. ഒപ്പം ടീച്ചേഴ്സും എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് കൊടുത്തു. വടംവലിന്റെ ഫൈനൽ റൗണ്ടും കഴിഞ്ഞപ്പോഴേക്കും അടുത്ത പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ചെണ്ടമേളം.